അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയൊന്നും ചേർത്താതെ തലേന്ന് രാത്രി ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയൊരു പുട്ട് തയ്യാറാക്കിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ചോറ് ഫ്രീസറിൽ വെച്ചതാണ്. ഇന്നലെ രാത്രി വെച്ച് അങ്ങനെ 24 മണിക്കൂർ ഞാനിത് കട്ടയാക്കാൻ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കട്ടയാവണം. നല്ല ശരിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ ബാക്കി വന്ന ചോറ് കട്ടയാക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചതാണ്. ഇത് കണ്ടോ, ഇതേപോലെ നല്ലോണം കട്ടയാവണം. ഇനിയിപ്പോൾ ഇത് വേണ്ട എന്താ വെച്ചാൽ അടച്ചിട്ട് അവിടെ നമ്മളെ റൂമിൽ അടുക്കളയിൽ അവിടെ വെക്കുക. ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അടച്ചു വെക്കണം, അല്ലെങ്കിൽ വല്ല കാറ്റ് എന്തെങ്കിലുമൊക്കെ വീഴാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഞാനിത് എടുത്ത് നോക്കുകയാണ്. ഇന്നലെ രാത്രി ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ച ചോറാണിത്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം കട്ട കുടഞ്ഞു വന്നിട്ടുണ്ട്. ശരിക്കും കണ്ടോ, നല്ലോണം കട്ട ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. എവിടുന്നാ ഈ വെള്ളം വരുന്ന അറിയില്ല. ഫ്രീസറിൽ വെച്ചിട്ടാവും നല്ലോണം വെള്ളം ഉണ്ടാവും. കണ്ടോ, നല്ലോണം കട്ട കുടഞ്ഞ് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ടത് എന്താ വെച്ചാൽ ശരിക്കും കുറേശ്ശെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിന് നല്ലോണം വെള്ളം വരുന്നുണ്ട്. ഞാൻ ഫ്രീസറിലും തന്നെ അടച്ച് വെച്ച സാധനമാണ്. എന്നാലും ഈ ചോറിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പം ഇനി ഇത് ഞാനിങ്ങനെ പീച്ചിട്ട് ശരിക്കും കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം കണ്ടോ, നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിന് വെള്ളം വരും. ഇത് പൊരി പോലെ ആവുകയാണ്. അരിൻ്റെ പൊരി ഉണ്ടല്ലോ, അതുപോലെ ആവും ആ ചോറ്. അപ്പം ഇനി അതുകൊണ്ടാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ കുറേശ്ശെ പിഴിഞ്ഞ് എടുക്കണം. നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിൽ വെള്ളം ഒരു തുള്ളി ഉണ്ടാവരുത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം, നല്ലോണം കട്ടയാവും വേണം. നമ്മൾ ചോറ് ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ലോണം കട്ടയായിട്ട് മാത്രമേ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുട്ട് ശരിയാവില്ല. എല്ലാ ചോറിനെയും ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തു. അതിലുള്ള വെള്ളം കിട്ടിയതാണ് അത്ര ചോറിന് ഇത്ര വെള്ളം എനിക്ക് പിഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ശരിക്കും ഫ്രീസറിൽ അടച്ച് വെച്ചതാണ്. എന്നാലും നല്ലോണം വെള്ളം ഉണ്ടായിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. പൊടിയൊന്നും ചേർത്തരുത്, ഒന്നും ചേർക്കണ്ട. നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കേണ്ടത്. ശരിക്കും അരിൻ്റെ പൊരി പോലെ ആയിട്ടുണ്ട് അതങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോൾ വെള്ളം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട്, ഇപ്പോൾ ഇതിൽ തീരെ വെള്ളമില്ല, മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറേശ്ശെ പാകത്തിന് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അതിന് വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുറച്ച് തീക്കിട്ടിട്ട് ഒരു 3-4 ടീസ്പൂണ് അവനവൻ്റെ മിക്സിൻ്റെ അളവിനനുസരിച്ചൊക്കെ ഇടാം. ഇതിൽ 4-5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക. അവനവനെ എത്രയധികം ഉപ്പ് വേണോ അതിനനുസരിച്ച് അവനവൻ്റെ കണക്കിനനുസരിച്ച് അവനാണ് ഉപ്പിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിതിങ്ങനെ വെച്ചിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിക്കൊണ്ടുവരാം. എന്നിട്ട് അങ്ങനെ അത് കടക്കിയെടുത്തതാണ്. അത് ശരിക്ക് ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ശരിക്കും നാളികേരത്തിൻ്റെ അതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നാളികേരം ഒന്നും കൂട്ടിയിട്ടില്ല. വെറും ഉപ്പും ഞാൻ പിഴിഞ്ഞ് വെച്ച ആ ചോറ് മാത്രം കൂട്ടി അടിച്ചതാണിത്. ഇനിയിപ്പോൾ ഞാനിതിൽ പുട്ടുണ്ടാക്കുന്നത് ഒരു സ്റ്റീമറിലാണ്. നല്ല പെട്ടെന്ന് കുറേ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ കുക്കറിൽ മുകളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം നല്ലോണം ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യം അടിച്ചത് ഇട്ട് കൊടുത്തു. അതേപോലെ ഇനി ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ശരിയാക്കി. അതൊക്കെ സ്റ്റീമറിലാണ് ഉണ്ടാക്കുന്നത്.
അപ്പം ഇനി സ്റ്റീമർ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ചോറ് വാർത്തുന്ന മുകളിലുള്ള പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയെടുക്കാം. കുറ്റിയിൽ ഇതുവരെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ 2 പരീക്ഷണം നടത്തിയിട്ടുള്ളൂ സ്റ്റീമറിൽ. ഇപ്പം നല്ലോണം ആവി വന്നതിന് ശേഷം ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ കൂടുതൽ ആവി വരുമൊന്നും വേണ്ട, കാരണം ഇത് വെന്ത ചോറ് തന്നെയാണല്ലോ. അപ്പം ഇനി ഞാനിത് നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തേക്ക് തട്ടി നോക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ പാത്രത്തേക്ക് ഇതിങ്ങനെ തട്ടിയെടുക്കാം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പാത്രത്തേക്ക് തട്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ഫോട്ടോ ഒക്കെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പേരക്കുട്ടികൾക്ക് ചിലപ്പോൾ ചിരട്ട പൊട്ടിക്കാതെയൊക്കെ കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ ചിരട്ടപ്പുട്ടും ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കി അവർക്ക് ചിലപ്പോൾ ഒരു കിട്ടണം എന്നുള്ളൊരു വാശിയാണ്. അപ്പം അങ്ങനെ കൊടുക്കണമെങ്കിൽ 1-2 അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മേലെ വെക്കുകയാണ്. ഇനി നമുക്ക് എത്രത്തോളം സോഫ്റ്റ് ആണോ നോക്കാം. പുട്ടൊന്നും ഇതിലൊരു തരി പൊടിയൊന്നും ചേർത്തിട്ടില്ല. അരിപ്പൊടിയോ ഗോതമ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ആ ഫ്രീസറിൽ വെച്ച ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നമുക്കൊരു സ്പൂൺ എടുത്തിട്ടൊന്ന് നോക്കാം കേട്ടോ. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടെ കറിയൊന്നും വരെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. ഇവിടെ പഴം അല്ലെങ്കിൽ പഞ്ചസാര ഇടുക. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പേരക്കുട്ടികളൊക്കെ ശരിക്കും പുട്ട് കഴിക്കും. അല്ലെങ്കിൽ പുട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, പുട്ടിനൊരു പുച്ചിക്കലാണ്. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പഞ്ചസാരയും കൂട്ടിയിട്ട് നല്ലോണം, പഞ്ചസാരയും പഴമൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിക്കും. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.